ഈ ഓണത്തിന് എത്ര കറികളുണ്ടെങ്കിലും ഈ ഒരു തൊടുകറി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാ കറികളും മുമ്പിൽ നിൽക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉത്രാടദിന ആശംസകൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു വ്യത്യസ്തമായ തൊടുകറിയാണ് കേട്ടോ, അല്ലെങ്കിൽ അച്ചാർ. വരൂ നോക്കാം. ഞാനിപ്പോൾ ഒരു ഉരുള പുളി വെള്ളത്തിൽ താഴ്ത്തുന്നുണ്ട് കേട്ടോ. ഈ തൊടുകറിക്കായി അല്ലെങ്കിൽ അച്ചാർ കേട്ടോ. അതിനായി നമ്മളിതവിടെ കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, എല്ലാം ഞാനിന്ന് നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി, അതേപോലെ കുറച്ച് ഉള്ളി. സാധാരണ പിക്കിളിന് നമ്മൾ ഉള്ളി ഇടാറില്ല, പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തൊടുകറിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് കൊണ്ടാട്ടം മുളക്, അല്ലെങ്കിൽ മോരുമുളക് പറയും, തൈര് മുളക് പറയും. സോ അതിനെ ഒന്ന് നമ്മൾ വറുത്ത് മാറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ. എണ്ണ മൂത്ത് വരുന്നുണ്ട്, അതിലേക്ക് നമ്മൾ കൊണ്ടാട്ടം മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വാങ്ങിയ കൊണ്ടാട്ടം മുളകാണ് കേട്ടോ, വീട്ടിലുണ്ടാക്കിയതല്ല. ഇതിനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. മുളകൊക്കെ ഇവിടെ റെഡി ആയിരിക്കണം, അതിനൊന്ന് കോരി മാറ്റി വയ്ക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ മുളക് വറുത്ത എണ്ണയാണ്, അതിലെ കരടൊക്കെ മാറ്റിയിട്ട് അതുതന്നെ യൂസ് ചെയ്യണം കേട്ടോ. വലിയ കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് ഉലുവ ഇടുന്നുണ്ട്, ഒരു സ്പൂൺ കടുക്. ഇനിയിപ്പോൾ ഇവിടെ കടുകൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. കടുകൊക്കെ പൊട്ടി അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഒന്ന് ഇത്തിരി ചോക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴന്നു കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വെല്ലം, ഇതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലോണം തിളച്ച് വരുമ്പോൾ അതിൽ കുറച്ച് ഉലുവപ്പൊടി, കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇതിന് ഇടണ്ട കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കൊണ്ടാട്ടം മുളകിൽ തന്നെ നല്ലോണം ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പ് വേണ്ട. ഇപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയുടെ ഒരു പച്ചവാസനയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ച കൊണ്ടാട്ടം മുളക് ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുറുകി വരട്ടെ. ഇതിനി ഒന്ന് മുളകൊക്കെ ആ പുളിയിലൊക്കെ പിടിച്ച് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. നമ്മുടെ കൊണ്ടാട്ടം മുളകിൻ്റെ തൊടുകറി അല്ലെങ്കിൽ അച്ചാർ തയ്യാറാണ് കേട്ടോ. ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം മതി. സോ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു വ്യത്യസ്തമായ തൊടുകറി. ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് ചോറിട്ടിട്ട് ചട്ടിയിലിട്ട് പുരട്ടി ഇങ്ങനെ ഒരു വായെടുത്ത് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. ഈ ഓണത്തിന് വളരെ സിമ്പിളായ ഈ തൊടുകറി ഉണ്ടാക്കി നോക്കൂ. ഹാപ്പി കുക്കിംഗ്.